ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു വ്ളോഗാണ്. ഇന്ന് നമ്മൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോവാണ്. അമ്മയുടെ വീട്ടിൽ എന്താ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഏവൂർ അമ്പലത്തിലെ ഉത്സവമാണ്, ലാസ്റ്റ് ഉത്സവമാണ്. അപ്പം ഞാൻ ഫ്രൈഡേ ആണ് പോകുന്നത്. ഫ്രൈഡേ ഞാൻ സ്കൂളിൽ ലീവ് എടുത്തു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചക്കൊക്കെ ഇറങ്ങിയാൽ ഒരു സമയമാകും. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വെച്ചാൽ ഒരു 11 മണിയൊക്കെ ആയപ്പം ഞാൻ ഒരുങ്ങാൻ തുടങ്ങി. സ്കിൻ കെയറും എല്ലാമൊക്കെ ചെയ്തു. പിന്നെ കമ്മലും മാലയൊക്കെ പെട്ടെന്ന് ഇട്ടു. എന്താണെന്ന് വെച്ചാൽ ധൃതിക്കാണ് ഞങ്ങൾ ചെയ്ത്. ഇവിടെ അടുക്കിയൊക്കെ പെറുക്കി വെച്ചിട്ടൊക്കെ വരാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ അതുമല്ല, എല്ലാവരും താമസിച്ചായിരുന്നു എണ്ണീറ്റത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നോ പ്രോബ്ലം, ഞങ്ങൾ പെട്ടെന്നെല്ലാം അറേഞ്ച് ചെയ്ത് പാക്ക് ചെയ്തൊക്കെ വെച്ചു. അപ്പം ഞാൻ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു. ഞാൻ കണ്ണൊക്കെ എഴുതാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കണ്ണൊക്കെ എഴുതി? ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങണം. ഇതാണ് ഗൈസ് എൻ്റെ ബാഗ്. ഇതിനകത്തെല്ലാം കുത്തി നിറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്താണെന്ന് വെച്ചാൽ ഇനി വെച്ച് താമസിച്ചാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ. പോകുന്ന വഴിക്ക് ലേസൊക്കെ വാങ്ങിച്ചു, അത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. എല്ലാവരും ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ എണ്ണീറ്റ് എല്ലാവരും പെട്ടെന്ന് തന്നെ ഒരുങ്ങി. പിന്നെ അമ്പലത്തിലെത്തിയപ്പോൾ നല്ല തിരക്ക്, നല്ല ബാൻഡ് മേളവും അമ്പക്കുടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ ആഗ്രഹമാണ് ഈ അമ്പലപ്പറമ്പിൽ പോയി തുള്ളൻ. അതങ്ങ് സാധിച്ചു. ഗൈസ്, ഞങ്ങൾ ഏവൂരിലെ ആറാട്ട് കാണാൻ നടന്ന് കുറേ സമയമായി. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ആറാട്ട് കൊട്ടാരത്തിൽ ഞാൻ പോയിട്ടില്ല. ചേച്ചിയും പിന്നെ അമ്മയും അച്ഛനും ആരും പോയിട്ടില്ല. അച്ഛൻ പോയിട്ടുണ്ട്, പക്ഷെ ഞങ്ങളാരും പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു. നമ്മുടെ അമ്പലത്തിൽ വെച്ച് ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തു ആറാട്ട് കൊട്ടാരത്തിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് വെച്ചു. നടന്ന് ഭയങ്കര ദൂരമാണ്. അങ്ങനെ വഴിയിൽ ഏതോ ഒരു ഇതിൽ ഞങ്ങൾ ക്ഷീണിച്ച് ഇരിക്കുകയാണ്. വല്ലാത്തൊരു നടപ്പായിരുന്നു ഗൈസ്. അങ്ങോട്ട് പോകാൻ കുഴപ്പമില്ലായിരുന്നു, ഇങ്ങോട്ട് വരാൻ നേരത്തും നല്ല പെടാപ്പാട് വിട്ടു. ഞങ്ങൾ പിന്നെ അവസാനം കാലൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് നടക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ച് നേരെ വരുമായിരുന്നു. ബട്ട് കൊള്ളായിരുന്നു, വൈബായിരുന്നു ഗൈസ്. പിന്നെ ചേച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാനും ചേച്ചിയും കൂടി വൈബടിച്ചൊക്കെ ആയിരുന്നു വന്നത്. ഇത് വേറൊരു ദിവസമാണ് ഗൈസ്. ഞാൻ നേരെ തിരിച്ച് ആലപ്പുഴ പോകുന്ന വഴിയാണ്. ബിക്കോസ് എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടയേർഡായിപ്പോയി. പിന്നെ അതുമല്ല, കസിൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല വൈബടിച്ച് വരും. അപ്പോഴായിരുന്നു നമുക്ക് പോകേണ്ട വന്നത്, ക്ലാസ്സൊക്കെ ഇല്ലേ. ആ വിഷമം നല്ല രീതിയിൽ മുഖത്ത് കാണുന്നുമുണ്ട്. അപ്പം ഞങ്ങൾ നേരെ ആലപ്പുഴ പോവാണ്. ഞങ്ങൾ വൈകിട്ട് ഒരു 4-4:30 ആയപ്പോൾ, 4:30 ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഗൈസ്, ബിക്കോസ് കസിൻസൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വൈബടിച്ച് വരുമായിരുന്നു. പക്ഷെ പറ്റിയില്ല, കുഴപ്പമില്ല. പിന്നെ പോകുന്ന വഴിക്ക് താജ്മഹലിലെ റെസ്റ്റോറൻറ്റിൽ കയറി ചൂട് ദോശ വാങ്ങിച്ചു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഫുൾ അടുക്കിപ്പെറുക്കലുമായിരുന്നു. കുറച്ച് കുഴഞ്ഞ് കിടക്കുമായിരുന്നു ഇവിടെയൊക്കെ. അതൊക്കെ അടുക്കി പെറുക്കിയിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോയി. നല്ല ചൂട് സാമ്പാറും ചമ്മന്തിയും മസാല ദോശയും. എൻ്റെ മോനെ, അത് ചൂടോടെ കഴിച്ചാലേ പൊളിയാവത്തുള്ളൂ. ടേസ്റ്റ് എന്ന് വെച്ചാൽ അപാരം. 70 രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ താജ്മഹൽ റെസ്റ്റോറൻറ്റിൽ കിട്ടും. പൊളിയാണ് ഗൈസ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞ് ഒരുമാതിരി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.